2 ദിവസം കൊണ്ട് എനിക്ക് നടന്നിട്ട് വന്ന് ധൃതി പിടിച്ച് അടുക്കളയിൽ കയറേ വേണ്ട. ബിക്കോസ് കാത്തുവിനിപ്പം ഓഫീസിൽ ട്രെയിനിങ് ആണ്. ഇന്നത്തോടുകൂടി ട്രെയിനിങ് തീർന്നു. നാളെ മുതൽ പഴയ അവസ്ഥയിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. 3 ദിവസത്തോടുകൂടി ട്രെയിനിങ് തീർന്നേ. ആ 3 ദിവസവും ഞാൻ മഹാ ഉഴപ്പിയായിരുന്നു. കാരണം ഉച്ചക്കലത്തേക്കുള്ളതാക്കിയാൽ മതിയല്ലോ, കുറച്ച് ടൈമുണ്ട്. അതുകൊണ്ട് അവിടെ കറങ്ങി ചുറ്റി ഉഴപ്പി നടന്നു. കാത്തു ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ചേട്ടനാണേ കാത്തുവിനെ കൊണ്ടാക്കുന്നത്. ഇവിടെ നിന്നൊരു 20-25 മിനിറ്റ്സ് ട്രാവലുണ്ട് അവളുടെ ഓഫീസിലേക്ക്. തിരിച്ച് ചേട്ടൻ വരുമ്പോൾ ഏതാണ്ട് 1 hour ആവും. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നേരെ മേളിൽ പോയി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച്, പിന്നെ വീടൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നേ. ഇത് മീനാക്ഷിയുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളിലൊന്നായ ലിറ്റിൽ ഹേർട്സ്. എല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് മുറ്റം തൂത്തു വരാനായിട്ട് ഇറങ്ങി. ഈ സൈഡിൽ ചവറൊന്നുമില്ല, കുറവാണ്. പക്ഷേ ഈ സൈഡിൽ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അപ്പുറത്തൊരു മരം നിൽപ്പുണ്ട്, അതിൽ ഫുള്ളലയും ഇപ്പുറത്താണ് വീഴുന്നത്. കണ്ട, ഇത് ഫുൾ എൻ്റെ മീൻചട്ടികളാണ്. ഈ കറുത്ത ഗേറ്റുള്ള സാധനം ഞാൻ തുറന്ന് കാണിച്ചു തരാമേ. ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് ഇത് കെട്ടിയതാണ്. ഇതൊരു ബാത്റൂമായിട്ടാണ് കെട്ടിയത്. 15 കൊല്ലങ്ങളോളമെങ്കിലും ഇത് യൂസ് ചെയ്യാതെ ഇട്ടൊക്കെയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ക്ലോസറ്റൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം അത്യാവശ്യം ആക്രി വേസ്റ്റ് സാധനങ്ങളും പിന്നെ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും വീട്ടിൽ വെക്കാൻ പറ്റാത്ത സാധനങ്ങളില്ലേ, അതൊക്കെ കൂടെ വാരിയിടാൻ വേണ്ടി ഒരു ഗോഡൗൺ ആക്കി അങ്ങ് മാറ്റി. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അത്യാവശ്യം പുറത്തുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കാത്തുവിനെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ കയറി വന്നേ. പിന്നെ കടലക്കറി ചേട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനോർത്ത് ചേട്ടാ ഒരു പിടിക്ക് വായിക്കകത്ത് വെച്ച് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ യെസ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പിടി പൊറോട്ടയാണ് ഇന്നലെ വാങ്ങിയതാണ്, ഫ്രിഡ്ജിലിരുന്ന പൊറോട്ട ചൂടാക്കി കഴിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഒരു പിടി ചേട്ടന് വായിക്കകത്ത് വെച്ച് കൊടുത്തു. അപ്പം മതി ചെറിയ പിടി എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങ് ഓടിപ്പോയി. ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഉറക്കപ്പിശാച് എണീറ്റ് വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട. ചിപ്സും ചായയും. ഏതാണ്ട് ഉച്ചയാവാറാവുമ്പോഴാണല്ലോ അവൾ ചായ കുടിക്കുന്ന. ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ വാരി തേച്ച് നിൽപ്പുണ്ട്. കുളിക്കാൻ പോവുകയാണ്. കുളിച്ചിട്ട് വരാമേ. ശരി, അപ്പോൾ കുളിച്ചിട്ടൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ എന്താ ചെയ്യുക, വൈകുന്നേരം ആയപ്പോൾ ഒരു സാരിയൊക്കെ എടുത്തുകൊടുത്ത് ഞാനും മീനാക്ഷിയും കൂടെ 1-2 സെൽഫി, 1-2 വീഡിയോ, പിന്നെ കുറച്ച് ഫോട്ടോസ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാതെ 1-2 നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും സെൽഫിയും എല്ലാം എടുത്ത് ഇനി രാത്രി പുറത്ത് പോയി തട്ടുദോശ കഴിക്കും. ശരി എന്നാൽ ബൈ.